നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. ഈ മോളാ നിൽക്കുന്ന എന്റെ മോനിഷ്ട. ഇവൾക്കും അങ്ങനെ തന്നെയാ. അമ്മ പറഞ്ഞ പോലെ നീലാംബരി മോൾക്ക് ചില ദോഷങ്ങളുള്ളതായിട്ട് അവളുടെ വീട്ടുകാരെന്നെ പറയുണ്ടായിരുന്നു. ശിവനാഥ് മേനൻ എന്തൊക്കെയോ കൂടി പറഞ്ഞു, നീലയുടെ വീട്ടുകാരെ കുറിച്ചും ജാതക ദോഷത്തെക്കുറിച്ചും ഒക്കെ. പക്ഷേ ഡോക്ടർ മഹേശ്വരൻ നമ്പൂതിരിയുടെ കണ്ണുകൾ നിലക്ക് ചുറ്റും കറങ്ങി നടക്കുന്ന മറ്റാർക്കും കാണാൻ കഴിയാത്തൊരു രൂപത്തിൽ തറഞ്ഞു നിന്നുപോയി. അദ്ദേഹം ആ രൂപത്തെ നോക്കി കാണുകയായിരുന്നു. തറവാട്ടിൽ വന്നപ്പോൾ മുതൽ അനുഭവപ്പെട്ടതാണ് ഒരു നെഗറ്റീവ് എനർജി. പക്ഷെ ഇത്രയും നേരം കണ്ണിൽപ്പെടാതെ എവിടെയോ മറിഞ്ഞിരുന്ന് ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താവും? അതായിരുന്നു മഹേശ്വരന്റെ മനസ്സിൽ. അദ്ദേഹം എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി. കുട്ടിക്കാലത്തെങ്കിലും പ്രേതകഥകൾ കേൾക്കാത്ത ആരും ഈ കൂട്ടത്തിലുണ്ടാവില്ല അല്ലേ? ഉച്ചാടനം, ആവാഹനം മുതലായ കർമ്മങ്ങൾ പണ്ട് മുതലേ കേട്ടും കണ്ടും വന്നവരാണ് പഴയ തലമുറ. ചിലപ്പോൾ നിങ്ങളാരും കണ്ടിരിക്കാൻ വഴിയില്ല, എങ്കിലും കേട്ടിട്ടുണ്ടാവണം. ഇപ്പൊ എല്ലാവർക്കും ഈ വക കാര്യങ്ങളോടൊക്കെ ഒരു പുച്ഛമാണ്. പക്ഷേ ഭൂമിയിൽ മനുഷ്യവാസമുള്ളിടത്തൊക്കെയും പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും അന്നും ഇന്നും എന്നും നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എക്സോസിസം. ഐ ആം ആൻ എക്സോസിസ്റ്റ് ആൻഡ് ഐ ആം സ്റ്റിൽ ഡൂയിങ് റിസർച്ച് ഇൻ പാരാസൈക്കോളജി. ഇങ്ങനൊരു ആമുഖത്തിന്റെ ആവശ്യം വേണമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം എന്റെ മുമ്പിൽ നിൽക്കുന്നവരിൽ പലരും ഈ വക കാര്യങ്ങളോട് താല്പര്യമുള്ളവരില്ലെന്ന് എനിക്കറിയാം. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട ആരും ഭയപ്പെടരുതെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്നെ പുച്ഛിക്കരുതെന്ന് ഞാൻ പറയും. ഒരാത്മാവിന്റെ സാന്നിധ്യം ഞാനിവിടെ അറിയുന്നു, ഈ വീട്ടിൽ നിങ്ങൾക്ക് ചുറ്റും. ഇപ്പൊ നീലാംബരിയുടെ ഇടതുവശത്തായത് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടം തറഞ്ഞത്രയും നീലാംബരിയിൽ മാത്രമായിരുന്നു. എല്ലാവരും പരസ്പരം ചുറ്റും നോക്കി. നിർമ്മലക്ക് അദ്ദേഹത്തെ വിശ്വാസമായിരുന്നെങ്കിൽ ചിലർക്കൊക്കെ പുച്ഛമായിരുന്നു, ചിലരിൽ അതിശയവും. ജാന് തലപെരിക്കും പോലെ തോന്നി. നീലാംബരി മുഖം കുനിച്ച് നിന്നു. കാവ്യ നിലയൊന്ന് അടിമുടി നോക്കി. എന്നിട്ട് കിരണിന്റെ ചെവിയിലായി ഏന്തി വലിഞ്ഞുകൊണ്ട് പറഞ്ഞു, കിരൺ, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. കാവ്യ പതിയെ പറയുമ്പോൾ കിരൺ അവിടെ മുഖത്തേക്ക് നോക്കി. ആ, മനസ്സിലായി. നമ്മുടെ നിലക്കുവച്ച് വല്ല പ്രേതോ മറ്റാണെന്നല്ലേ നിന്റെ സംശയം? ഈ സംശയം എനിക്ക് ഇവളെ കണ്ട നാൾ മുതലുള്ള. അയ്യോ, അപ്പൊ മാടമ്പള്ളിയിൽ ആ ചിത്രരോഗി നമ്മുടെ നിലയാണോ? കിരൺ, ഈശ്വര, ജാനെ കൊല്ലണം അങ്ങനെ ഇവള് പറയോ? അപ്പൊ ഇവിടെ ആര് ഡോക്ടർ സണ്ണി? നിന്റെ അച്ഛൻ. മിണ്ടാന്ന് കിടി. നിന്നെ എനിക്ക് സംശയം. ക്ലോക്ക് എറിഞ്ഞു പൊട്ടിച്ചാൽ പാത്രം എറിഞ്ഞു കൊടുക്കുന്നൊക്കെ നീയല്ലേടി? ഏത് ക്ലോക്ക്, ഏത് പാത്രം? കാവ്യ കണ്ണു പിടിച്ചു. അപ്പൊ മിണ്ടാതെ വഴിയിൽ നിന്ന് മാറിക്ക്. ഇനി അകത്തുനിന്ന് സാരി എടുത്ത് ഡാൻസ് കളിച്ച് ആരെങ്കിലും ഇറങ്ങി വരുമോ നോക്കാം. നീ നോക്കി. ആ നിൽക്കുന്ന ആവണി ഒരു കരിഞ്ഞ ദൊറോത്തി മദാമയാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. കിരൺ രഹസ്യം പറയുമ്പോൾ കാവ്യെന്ന് ചുറ്റും നോക്കിയിട്ട് അവനോട് കുറച്ചുകൂടി പറ്റിച്ചേർന്ന് നിന്നു. നിനക്ക് ഇതൊന്നും കേട്ടിട്ടൊരു പേടിയും തോന്നില്ലേ കിരൺ? എന്തിന്? ഇതൊക്കെ ഓരോരോ ഉടായിപ്പ. ഇനി ഇയാൾ പറയും അവിടെ ബാധ ഒഴിപ്പിക്കാൻ 10 ലക്ഷം വേണമെന്ന്. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങ് അമേരിക്കയിൽ വരെ ഈ പരിപാടിയിൽ തന്നെ ബിസിനസ്സാ മോളെ കാവ്യേ. പിന്നെ ഈ കൊച്ചി കേരളത്തിൽ. നിനക്ക് പേടിയുണ്ടെങ്കിലേ ഈ കിരണേട്ടനെ കെട്ടിപ്പിടിച്ചോ. ആളോട് ചേർന്ന് വന്നുകൊണ്ട് കിരൺ പറയുമ്പോൾ കൈ അവന്റെ നെഞ്ചിൽ വെച്ച് തടഞ്ഞു കാവ്യ. കിരണേട്ടാ, ചക്കരെ, അവര് തമ്മിൽ ഒന്ന് കെട്ടിപ്പിടിച്ചതിന്റെ ആ മുന്നിൽ കാണുന്നത്. ഒരുത്തി കൊലക്കുറ്റം ചെയ്ത പോലെ നിൽക്കുകയാണെങ്കിൽ ഇതേ അങ്ങോട്ട് നോക്കിയേ, സൈക്കോ കില്ലർ പോലെ നിൽക്കുന്ന നമ്മുടെ ജാനെ. കഷ്ടം. ഇനി നീ വായോർന്ന നിന്റെ ദേഹത്തുള്ള ഭാഗം ഞാൻ പൊഴിപ്പിക്കും. വേണോ? കാവ്യ വായിൽ സിബിട്ടു. നീലാംബരിക്ക് നേരെ ഒരിക്കൽ കൂടി എല്ലാവരുടെയും നോട്ടങ്ങൾ പാഞ്ഞു. അപ്പോഴവൾ മിണ്ടാതെ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. കാരണം അവൾക്കറിയാം, ഒരു കാറ്റായി, സുഗന്ധമായി കുഞ്ഞുനാൾ മുതലേ അവളുടെ കൂടെയുള്ള തന്റെ അച്ഛന്റെ സാന്നിധ്യം. പക്ഷേ തറവാട്ടിൽ ബന്ധിക്കപ്പെട്ട അച്ഛന്റെ ആത്മാവ് എങ്ങനെയായി ഇവിടെ എത്തുക? പെട്ടെന്ന് അവൾക്ക് വല്യമ്പൂരിയുടെ ശാപവാക്കുകൾ ഓർമ്മയിൽ വന്നു. തളക്കപ്പെട്ട ആത്മാക്കൾ സ്വതന്ത്രരായിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അച്ഛനും? കുട്ടി, ഒന്നിവിടെ വരൂ. മഹേശ്വരൻ നമ്പൂരി അവളെ നോക്കി വിളിക്കുമ്പോൾ അവൾമേലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചൂടുകൾ വെച്ചതും കയ്യിലാരോ പിടിമുറുക്കി. ജാൻ. നിലയുടെ ഇടതുവശത്ത് തന്നെ വന്നിന്ന് തോളിലൂടെ കൈ ചേർത്ത് സ്വന്തം നെഞ്ചിലേക്ക് അവൻ ഒരിക്കൽ കൂടി ചേർത്ത് നിർത്തി അവളെ. ഐ റെസ്പെക്ട്ഫുള്ളി വോൺ യു. ഇവളുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോ അത് സൂക്ഷിച്ചു വേണം. ഇഫ് യു നീഡ് മണി, ആസ്ക് മീ ഫോർ ഇറ്റ്. ഞാനത് തരാം. അതും വാങ്ങി നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. അല്ലാതെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇവളെ കുറിച്ച് വായിൽ തോന്നുന്നു വിളിച്ചു പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ജാനാരാണെന്ന് നിങ്ങൾ അറിയും. ജാന്റെ മൂർച്ചയുള്ള വാക്കുകൾ കേട്ടതും മഹേശ്വർ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ മുതിർന്നവർക്കാർക്കും അത്ര കണ്ടത് രസിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ജയേന്ദ്രൻ മുന്നിലേക്ക് വന്നു. ഒരു ബ്രാഹ്മണനെ തല്ലിയ ശാപം കൂടി ജാന് വേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നി. പുള്ളിക്കറിയില്ലല്ലോ ചെക്കന്റെ ചരിത്രം. പണ്ടൊരു മുനികുമാരൻ കയ്യിൽ വെടിയും കൊണ്ട് ഓടിയ കഥ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഉണ്ണിക്കുട്ട, നീ ഇതിൽ ഇടപെടണ്ട. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. പക്ഷേ നീ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ, ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാനും കനകവും ശിവയും ശ്രീയും നിർമ്മല ഒഴികെ മറ്റെല്ലാവർക്കും ഇവിടുന്ന് പോവാം. നില മോളെ,
നീ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ല്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ബാക്കിയുള്ളവർക്ക് അകത്തേക്ക് പോയിക്കോളൂ. ജയേന്ദ്രൻ പറയുന്ന കേട്ട് ജാനിന്റെ പിടിവിട്ടുകൊണ്ട് നില മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ മുഷ്ടിയുരുണ്ട്. അടുത്ത് കണ്ട തൂണിൽ മുഷ്ടിയുരുട്ടി അവൻ ആഞ്ഞടിച്ച ശേഷം വേഗത്തിൽ അകത്തേക്ക് പോകുമ്പോൾ അവന്റെ പുറകെ കിരണം ഓടി. ഡോക്ടർ നമ്പൂതിരിയൻ ചിരിച്ചുപോയി. ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ടാളുടെയും ജാതക പൊരുത്ത രണ്ടും തമ്മിൽ ചേരില്ല എന്ന്. പക്ഷെ ഒട്ടും പിരിയാനും വയ്യ. കൊള്ളാം. ആ കുട്ടി വരൂ, ചിലത് ചോദിക്കട്ടെ. അടുത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ അഭിമുഖമായി നീലാംബരി ഇരിക്കുമ്പോഴേക്കും മറ്റുള്ളവർ പല വഴിക്ക് പോയി കഴിഞ്ഞിരുന്നു. മാധവി ആവണി നിരാശയോടെയാണ് അകത്തേക്ക് പോയത്. ബാധ കൂടിയ നീലാംബരിയെ ഇനി ആരാണ് അംഗീകരിക്കുന്ന ചിന്തയുമായി നിന്ന മാധവിയുടെ മനസ്സിൽ മഹേഷ് നമ്പൂതിരിയെ കുറിച്ച് പണം നൽകി സ്വാധീനിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നാൽ ബാക്കി കൂടി കേൾക്കാൻ കഴിയാത്ത നിരാശയിലായിരുന്നു ആവണി. തന്റെ ആവശ്യം എന്തെങ്കിലും വേണ്ടി വന്നാലോ എന്ന ചിന്തയുമായി കാവ്യ മുറ്റത്തേക്ക് ഇറങ്ങി. കൂട്ടുകാരിക്ക് തലർക്കത്തിന്റെ അസ്കിതയുള്ളത് കാവ്യക്ക് നല്ലപോലെ അറിയാം. രാധിക ജാനുവിനെ സഹായിക്കാൻ അടുക്കളയിലേക്ക് പോയി. ബാക്കിയുള്ളവരെല്ലാം നീലാംബരിക്ക് പുറകിലായിരുന്നു. നീലാംബരിയുടെ ജാതകത്തിൽ ഒരു തരത്തിലുള്ള ദോഷഫലങ്ങളും ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാനിപ്പോ കാണുന്ന ആത്മാ. മഹേശ്വർ പറഞ്ഞു തുടങ്ങിയതും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഇടയിൽ കയറിയവൾ പറഞ്ഞു, തിരുമേനി പറഞ്ഞെല്ലാം ശരിയാ. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചിരുന്നു. എൻ്റെ അമ്മ വിധവ തന്നെയാ. കുട്ടിക്കാലം മുതൽക്കേ പലപ്പോഴും അച്ഛൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അച്ഛൻ തന്നെയാ. തിരുമേനി പറയുന്ന ആത്മാവ് ചിലപ്പോൾ എൻ്റെ അച്ഛനാവും. ഇത്രയും വർഷം മോക്ഷം കിട്ടാതെ അറിയാൻ മാത്രം കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? അവൾ എന്ത് പറയണമെന്നറിയാൻ വിഷമിച്ചു. എന്താ അച്ഛൻ്റെ പേര്? മരിച്ച ദിവസം അറിയ കുട്ടിക്ക്? അപകടമരണം എന്തെങ്കിലും ആയിരുന്നോ? ചോദ്യങ്ങൾ പാഞ്ഞു വരുമ്പോഴത്രയും നീലാംബരി മൗനമായി മുഖം കുനിച്ചു. അവൾ ചിന്തയിലാണ്ടു. എന്താണ് ഇവിടെ പറയുക? ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസം തീരെയില്ല. ആത്മാവ് വന്ന് മുന്നിൽ നിൽക്കാന്നൊക്കെ പറയുമ്പോൾ തിരുമേനിക്ക് വല്ല ഇല്യൂഷനോ മറ്റോ? അല്ല, നിങ്ങളുടെ ഫീൽഡ് അതാണല്ലോ. അപ്പോൾ ഓരോന്ന് തോന്നാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ശിവനാഥ് മേനോൻ മഹേശ്വരനോടായി ചോദിക്കുമ്പോൾ ചെറിയൊരു പരിഹാസച്ചുവ അതിൽ മറഞ്ഞിരിക്കുന്നത് തിരിച്ചറിയേ അദ്ദേഹം ഉറക്കെ ചിരിച്ചു. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കണ്ണിൽ ലെൻസും വെച്ച് വെളുത്ത വസ്ത്രവും ധരിച്ച് മേക്കപ്പ് ഇട്ട് നടക്കുന്നവരാണോ ആത്മാക്കളെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരെണ്ണത്തിനെയും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവരും ഉണ്ട്. അനുഭവങ്ങൾ പുസ്തകങ്ങളായിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണുന്ന ഒരു പുകയാ. രൂപമോ ഭാവമോ ശബ്ദമോ ഒന്നും ഇല്ലാതെ തെളിഞ്ഞും മറഞ്ഞും മാഞ്ഞു പോകുന്ന ഒരു തരം പുക. ആ പുക ലോകം മുഴുവനുണ്ട്. എന്തിന്? നമ്മുടെ എല്ലാവരുടെയും ചുറ്റിലുമുണ്ട്. മനുഷ്യന്റെ ജീവന് എക്സ്പയറി ഡേറ്റ് ഉള്ള പോലെ ആത്മാക്കൾക്കും ഒരു ഡേറ്റ് ഉണ്ട്. വേണ്ടപ്പെട്ടവരെ വിട്ട് മോക്ഷം ലഭിച്ച് പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരാനുള്ളൊരു ഡേറ്റ്. തക്ക സമയത്ത് അതിനുള്ള ക്രിയകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പുക നമുക്ക് ചുറ്റും നിറയും. അവർക്ക് നമ്മളോട് പറയാൻ 100 കഥകൾ കാണും. ഒരു കാറ്റായോ ഗന്ധമായോ നമ്മെ വിട്ടുപോവാതെ ചുറ്റും പതുങ്ങിക്കൂടും ചിലർ. നമ്മോട് സംസാരിക്കാതെ നമ്മൾ പോലും അറിയാതെ അവർ പലയിടത്തും നമ്മളെ കൊണ്ടെത്തിക്കും. അവരുടെ മുന്നിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടി ആത്മാക്കൾ നമ്മെ ഉപയോഗപ്പെടുത്തും. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, അപകടങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ കണ്ടത് അതിപ്പോൾ ഇവിടെ ഇല്ല. കുട്ടി കരുതും പോലെ അത് മോളുടെ അച്ഛനാവണമെന്നില്ല. ഒറ്റ നോട്ടത്തിൽ പുക കണ്ട ആളെ തിരിച്ചറിയാൻ മാത്രം സിദ്ധിയൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞങ്ങൾ എക്സോസിസം ഉപയോഗപ്പെടുത്തും. ആത്മാക്കളുമായോ മരിച്ചവരുമായ ആശയവിനിമയം നടത്താൻ ചില രീതികളൊക്കെ ഉണ്ട് കേട്ടോ. മീഡിയംഷിപ്പ് എന്ന് പറയും. അതൊക്കെ പോട്ടെ, നിന്റെ കണ്ണുകളിൽ ഞാൻ മറ്റെന്തൊക്കെയോ കൂടി കാണുന്നുണ്ട് നീലാംബരി. അതുകൊണ്ടാ എൻ്റെ മുന്നിൽ വന്നിരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പം ഞാൻ ചോദിച്ചതിന് ഉത്തരം നീലാംബരിക്ക് പറയാം. പറഞ്ഞു കഴിഞ്ഞ അതേ നീലാംബരി കേൾക്കാനെന്നോണം മടിയിൽ കൈമുട്ടുകുത്തി താടി താങ്ങിയിരുന്നു. അച്ഛൻ്റെ പേര് രാമാനുജൻ. പെട്ടെന്ന് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വീശിയടിച്ചൊരു കാറ്റ്. പ്രകൃതിയിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തൊരു പകപ്പോടെ എല്ലാവരും നോക്കി നിന്നു. നിലക്കറിയാം, പേര് മാറ്റി പറഞ്ഞാൽ അച്ഛൻ തനിക്കെന്ന ശിക്ഷയാവണം ഈ കാറ്റ്. കേവലം വലിയ നമ്പൂരി പറഞ്ഞ അറിവച്ച് അച്ഛൻ്റെ പേര് ഇവിടെ വിളിച്ചു പറയാൻ അവൾക്ക് തോന്നിയില്ല. ആദ്യം അറിയേണ്ടത് താൻ തന്നെയാണ്. അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് മഹേശ്വരന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ മരിച്ച പാമ്പടിയേറ്റ, മറ്റൊന്നും എനിക്കറിയില്ല. നിറയെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച നീലാംബരിയുടെ കണ്ണുകളിൽ മഹേശ്വർ തുറിച്ചു നോക്കിക്കൊണ്ട് ഏതാനും നിമിഷങ്ങൾ തള്ളി നീക്കി. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾക്ക് നേരെ വലത് കൈ നീട്ടി അദ്ദേഹം. കുട്ടി, കണ്ണുകൾ പൂട്ടി എൻ്റെ ഈ കയ്യിൽ കൈ ചേർത്ത് കുട്ടിയുടെ വീടും പരിസരമൊക്കെ ഒന്ന് മനസ്സിൽ കാണുക. എന്ത് സംഭവിച്ചാലും ഞാൻ കൈ പിൻവലിക്കുമ്പോൾ മാത്രം കൈ പിൻവലിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. മറ്റാരും സംസാരിക്കാനോ ശബ്ദങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. എല്ലാവരും വല്ലാത്ത അമ്പരപ്പോടെ നോക്കിയിരുന്ന ഇരുവരെയും മഹേശ്വർ നീട്ടിയ കൈയിലേക്ക് നീലാംബരി വലത് കൈ ചേർക്കുമ്പോൾ ആ കൈയിൽ അയാൾ പതിയെ ഒന്ന് പിടിച്ചു. ഇരുവരും കണ്ണുകൾ അടച്ചു.
നീലാംബരിയുടെ മനസ്സിന് ഒരു തൂവലിന്റെ ഭാരമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കാറ്റിൽ പറക്കുന്ന പോലെ അവളുടെ മനസ്സ് വളരെ വേഗത്തിൽ കുതിച്ചു. നീലാംബരി മേലാറ്റൂർ മനയുടെ പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഉമ്മറത്തുകൂടി വീടിനുള്ളിലേക്ക് കയറി. ശീലം എന്ന പോലെ ഗോവണി കയറാൻ തുടങ്ങിയവളെ മറ്റാരോ നിയന്ത്രിക്കുന്ന പോലെ അനുസരണയില്ലാതെ അവളുടെ മനസ്സ് നാലുകെട്ടിനപ്പുറം അടഞ്ഞുകിടക്കുന്ന വാതിൽക്കിലെത്തി നിന്നു. പിന്നെ വാതിൽ തുറന്നൊരു ഓട്ടമായിരുന്നു അവൾ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കുളപ്പടവിലെത്തി നിന്നു. നീലാംബരിയിലുണ്ടായ വെപ്രാളം അടുത്തിരുന്നവരെല്ലാവരും ഞെട്ടലോടെ നോക്കിക്കണ്ടു. അവൾക്കടുത്തിരുന്ന സ്ത്രീ അവളുടെ തോളിൽ ചുറ്റിപ്പിടിച്ചു. ഏറെ നേരം കുളപ്പടവിൽ തറഞ്ഞിരുന്നു പോയവൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി മൂളിപ്പാട്ട് പാടി നീരാടുകയാണ്. മുലക്കച്ച കെട്ടിയ പ്രായം ചെന്നൊരു മുത്തശ്ശി പടവിലിരുന്ന് മഞ്ഞൾ ചാടിക്കുന്നു. പിന്നെ വീണ്ടും ഉള്ളിലേക്ക് ഓടിയവൾ. ഓടുന്നതിനിടയിൽ കണ്ടതൊക്കെയും മനോഹരമായ കാഴ്ചകളായിരുന്നു. പൂജ നടന്ന ദിവസം അവൾ കടന്നുപോയ പൊടിപടലങ്ങളുടെ ഗന്ധമുള്ള ഇടനാഴികളിലൊക്കെയും കർപ്പൂരത്തിന്റെയും കുന്തിരിക്കത്തിന്റെയും വാസനയാണ്. ഇടനാഴിയിലുള്ള ഓരോ മുറിക്ക് പുറത്തും തൂക്കിയിട്ടിരിക്കുന്ന തൂക്കി വിളക്കുകളിൽ ഒറ്റത്തിരിയിട്ട് വിളക്ക് കൊളുത്തുന്ന ഒരു നമ്പൂതിരി ചെക്കനെ അവൾ കണ്ടു. കയ്യിലിരിക്കുന്ന കോൽവിളക്ക് ഉയർത്തി അവനവളെ നോക്കി ചിരിച്ചു. കുറെ കൂടി പോയതും മഞ്ഞ വെളിച്ചമുള്ള ഒരു മുറിയിൽ കട്ടിലായി നിറവയറോടെ ഇരിക്കുന്ന ഒരു ഗർഭിണിയെ കണ്ടു അവൾ. മുഖത്താകെ നീലിച്ച പാടുകൾ, ആ കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ട്. കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ അവൾ കണ്ടു മറ്റൊരു മുറിയിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി കട്ടിലിൽ മലർന്നു കിടക്കുന്നു. അവളെ പ്രാപിക്കുന്ന പ്രായം ചെന്നൊരു വയസ്സൻ. അയാളിൽ അടിമപ്പെട്ടു പോകുന്ന അവളുടെ സീൽക്കാരങ്ങൾ ആ മുറിയിലാകെ ഉച്ചത്തിൽ കേൾക്കുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടതൊക്കെയും അവളുടെ ശ്വാസം വിളങ്ങിപ്പോകുന്ന കാഴ്ചകളായിരുന്നു. അനിരുദ്ധം വലിയ നമ്പൂതിരി ഒരു ഹോമകേന്ദ്രത്തിലേക്ക് വലിച്ചിടുന്ന ഒരു പുരുഷ ശരീരം, കൈയും കാലും നഷ്ടപ്പെട്ട എള്ളും തോലുമായി അവശേഷിച്ച ഒരു മനുഷ്യക്കോലം എന്ന് വേണം പറയാൻ. അവൾ വേഗം കൈ പിൻവലിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചുറന്ന് പുറകിലേക്ക് ആഞ്ഞുകൊണ്ട് കിതച്ചുപോയി. മഹേശ്വർ പോലും വല്ലാത്ത അമ്പരപ്പിലായിരുന്നു. പൂർണ്ണതയിലെത്താൻ തുടങ്ങിയതെന്തോ പാതി വഴിയിൽ മുടങ്ങിയ ദേഷ്യം അദ്ദേഹത്തിനുണ്ടായി. എന്തിനാ കുട്ടി കൈമാറ്റിയത്? ഞാൻ പറഞ്ഞതല്ലേ കൈമാറ്റരുതെന്ന്. എനിക്ക് ആ മുറി പേടിയാ. അവിടെ ആ വല്യമ്പൂരി. അതിനെന്തിനാ കുട്ടി പേടിക്കുന്നത്? മനസ്സ് മാത്രമല്ലേ സഞ്ചരിച്ചുള്ളൂ. നമ്മൾ ഇവിടെ തന്നെയല്ലേ ഇരുന്ന്. വല്ലാത്തൊരു ഗൗരവഭാവമായിരുന്നു അദ്ദേഹത്തിനപ്പോൾ. എന്തോ വലിയ ചിന്തയിലെന്ന പോലെ ഏറെ നേരെ ഇരുന്നു അദ്ദേഹം. മറ്റുള്ളവർ വല്ലാത്ത ഞെട്ടൽ പ്രകടമായി. എന്തൊക്കെയാണ് നീലാംബരിയും മഹേശ്വർ നമ്പൂതിരിയും തമ്മിൽ പറയുന്നത്? എന്താകും അവർ കണ്ണുകളടച്ച് കണ്ടിട്ടുണ്ടാവുക? ആർക്കും ഒന്നും മനസ്സിലായില്ല. ഉവ്വ. പുറകിലേക്ക് തിരിഞ്ഞോക്കി കൂടെ വന്ന പയ്യന്മാരോട് അദ്ദേഹം പറയുമ്പോൾ പോവാനായി അവരും തയ്യാറെടുത്തു. എന്താ തിരുമേനി പെട്ടെന്ന് ഒരു തീർപ്പ് പറയാതെ പോയാലോ? എല്ലാം കണ്ടും കേട്ടും ഇരുന്ന നിർമ്മല അദ്ദേഹത്തോടായി ചോദിച്ചു. പറയാൻ കൂടുതലൊന്നുമില്ല. 1 മാസം ഞാൻ നാട്ടിൽ കാണില്ല. അത് കഴിഞ്ഞ് സൗകര്യം പോലെ നിങ്ങൾ എൻ്റെ തറവാട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണുക. പിന്നെ വിവാഹക്കാര്യം ആരും കൂടുതലൊന്നും ചിന്തിക്കണ്ട. കുട്ടികളുടെ നാളുകൾ തമ്മിൽ ചേരില്ലെന്ന് ഞാൻ പറഞ്ഞ സത്യ. പക്ഷേ ഈ വിവാഹം ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നടക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ചെറുമകന്റെ പാതിയാവാൻ പിറവിയെടുത്തവളാണ് ഈ നീലാംബരി എന്ന പെൺകുട്ടി. ഇവർ തമ്മിൽ ഒന്നാവണം എന്നുള്ളത് പണ്ടാരോ പറഞ്ഞു വെച്ച ഒരു നിയോഗമാണ്. ഇവർ ഈ ലോകത്തിന്റെ 2 കോണിൽ ജനിച്ചവരായിരുന്നാൽ കൂടിയും ഒന്നിക്കേണ്ട സമയമാകുമ്പോൾ കൂട്ടിമുട്ടിയിരിക്കും. അധമ നക്ഷത്രക്കാരായിരുന്നിട്ട് കൂടി അവർ പോലും അറിയാതെ അവരുടെ മനസ്സുകൾ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കും. ഇവരുടെ കൂടിക്കാഴ്ച വർഷങ്ങളായി കാത്തിരുന്ന് സംഭവിച്ച ഒന്നാണ്. എല്ലാവരും സന്തോഷത്തോടെ മുഖത്തോട് മുഖം നോക്കി. അതിനും അപ്പുറമുള്ളൊന്നും ആരും ശ്രദ്ധിച്ചില്ലെന്ന് വേണം പറയാൻ. എല്ലാവർക്കും സമാധാനമായല്ലോ. നല്ലൊരു ദിവസം നോക്കി നീലാംബരിയുടെ വീട്ടിലൊന്ന് പോകണം. അവിടെ ആര് എതിർത്താലും അവിടെ അമ്മയോട് അനുവാദം ചോദിക്കണം. പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ജയേന്ദ്രമേനോൻ പറയുമ്പോൾ ശിവനാഥ് മേനോനും സ്ത്രീക്കും അപ്പോഴും ടെൻഷനായിരുന്നു. നിലയുടെ വീട്ടിലെ എതിർപ്പൊക്കെ അവർക്കല്ലേ അറിയൂ. ശാരദക്ക് പക്ഷെ അപ്പോഴും സംശയമായിരുന്നു. തിരുമേനി ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. നിലമോളുടെ ജാതകത്തിലെ ദോഷമൊന്നുമില്ലെങ്കിലും ചേരാത്ത നക്ഷത്രങ്ങൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. കുട്ടികളുടെ ആയുസ്സിനോ ആരോഗ്യത്തിനോ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഈ ലോകത്തിൽ കൊലപാതകങ്ങളും പീഡനമൊക്കെ നടക്കുന്ന നക്ഷത്രങ്ങൾ നോക്കിയിട്ടല്ലല്ലോ. ജനിപ്പിക്കുന്ന കുഞ്ഞ് തന്റെ നക്ഷത്രവുമായി ചേരുമോ എന്നൊരമ്മ നോക്കാറുണ്ടോ? ഇല്ല. അധമ നക്ഷത്രത്തിൽ ജനിച്ച അമ്മയും മക്കളും വാഴുന്ന വീട്ടിൽ വേണമെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വാഴാം. പറഞ്ഞല്ലോ ഞാൻ. കുട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഇഷ്ടങ്ങൾ പലതാവാം, സ്വാഭാവികം. ഭയക്കേണ്ടത് കുട്ടികളുടെ ജാതകങ്ങളെയല്ല, നീലാംബരി വസിക്കുന്ന ഇടത്തെയാണ്. ബ്രാഹ്മണ സ്ത്രീ ശാപമേറ്റ തറവാടാണത്. ഓരോ പഴയ തറവാടുകൾക്കും ഒരുപാട് ക്രൂര കഥകൾ പറയാനുണ്ടാവും. പക്ഷേ അവിടെ മറ്റൊരു തരത്തിലാണെന്ന് മാത്രം. ഒന്ന് കാണാതെ കൂടുതലൊന്നും എനിക്ക് ആ തറവാടിനെ പറ്റി പറയാൻ കഴിയില്ല. ഇവിടെ ഇരുന്ന് പറയാൻ ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അവിടെ മറ്റൊരു കുടുംബത്തിൽ നിന്നും വന്നു കയറുന്ന പുരുഷന്മാർ വാഴില്ല. അവിടെയുള്ള നെഗറ്റീവ് എനർജി അതിനവർ അനുവദിക്കില്ല. ചരിത്രം പരിശോധിച്ചാൽ ആ തറവാട്ടിലുള്ളവർക്ക് തന്നെ അത് മനസ്സിലാവും. പിന്നെ പറയാൻ കഴിയില്ല. ഇപ്പം അവിടെ താമസിക്കുന്നവരത് മനസ്സിലാക്കി ഇതിനോടകം പരിഹാരങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അതായത്
നമ്മൾ ഭയം മാറാൻ ചരട് ജപിച്ച് കിട്ടുന്ന പോലെ ഇതുപോലുള്ള ആത്മാക്കളുടെ പ്രസൻസിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ അവർ വല്ല രക്ഷകളോ മറ്റോ ധരിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത നിങ്ങളുടെ കൊച്ചുമകൻ ജാൻ നീലാംബരിയുടെ വീട്ടിൽ കാലൂത്താൻ പാടില്ല. അഥവാ കുത്തിയാൽ പോലും ഈ പെൺകുട്ടിയുമായിട്ട് ആ വീട്ടിൽ വെച്ച് ഒന്നിച്ചുറങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ? വിവാഹശേഷം ആ വീട്ടിൽ വെച്ച് ഈ കുട്ടികൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ പാടില്ല. മരണം അവനെ തേടിയെത്തും. കാരണങ്ങൾ പലതുണ്ട്. ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീർ വീണതും ദുർമരണങ്ങൾ സംഭവിച്ചുമായ തറവാടാണത്. നല്ലതൊന്നും അവിടെ നടക്കില്ല. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ശക്തികൾക്ക് അവിടെ താമസിക്കുന്നവരുടെ കണ്ണുനീര് കാണുന്നതാണ് പ്രിയം. ഈ ദോഷമായിരിക്കും അവിടെയുള്ള ആരൊക്കെയോ ചേർന്ന് ഈ പെൺകുട്ടിയുടെ തലയിൽ കെട്ടിവെച്ചത്. നിർമ്മലയൊന്ന് വിശ്വസിച്ചു. സമാധാനായി. വിവാഹശേഷം ഉണ്ണിക്കുട്ടൻ അവിടെ പോയി താമസിക്കാണ്ടിരുന്നാൽ മതിയല്ലോ. വിവാഹശേഷം മോള് നമ്മളോടൊപ്പം കഴിഞ്ഞാൽ മതി. വിവാഹത്തിന് പറ്റിയ നല്ലൊരു മുഹൂർത്തം കൂടി കുറിച്ചു തരാമോ തിരുമേനി? ഇനിയിപ്പോൾ നീലാംബരി മോളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ കൂടി എനിക്ക് ഈ വിവാഹം നടന്നു കാണണം. ഞാൻ ഈ മോൾക്ക് കൊടുത്ത വാക്കാണത്. വാക്കുകൾ കൊണ്ട് ഞാൻ ഈ കുട്ടിയെ ഒത്തിരി വേദനിപ്പിച്ചു. എനിക്കതിന് പരിഹാരം കാണണം. നിലയുടെ നിറയിൽ തലോടിക്കൊണ്ട് നിർമ്മല പറയുമ്പോൾ എല്ലാവരിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. പറയാൻ കഴിയാത്ത എന്തോ ഉള്ളിലൊതുക്കി ദീർഘശ്വാസം എടുത്ത് ഡോക്ടർ മഹേശ്വർ നമ്പൂതിരി. തീയതിയും സമയമൊക്കെ ഞാൻ അറിയിക്കാം. എന്നെ സഹായിക്കാൻ വന്ന കുട്ടികളെ തറവാട്ടിൽ വേദം പഠിക്കാൻ വരുന്നവരാ. സോ നല്ലൊരു മുഹൂർത്തം കുറിച്ച് ഞാൻ ഇവരുടെ കൈ കൊടുത്തു വിടാം. വിവാഹം നടക്കട്ടെ. ഇപ്പം ഞാൻ ഇറങ്ങുക. പിന്നെ എന്നെ വന്നൊന്ന് കാണാൻ ഞാൻ പറഞ്ഞ് മറക്കരുത്. വിവാഹമൊക്കെ കഴിഞ്ഞ് പതിയെ മതി. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങട്ടെ. എല്ലാവരെയും നോക്കി അദ്ദേഹം യാത്രയായി. മഹേശ്വറിന്റെ കാറിന്റെ ശബ്ദം കേട്ടിട്ടാവണം കാവ്യം കിരണ ഇവിടെ നിന്ന് ഓടി വന്നു. എന്തായി? കിരൺ ചോദിച്ചു. ആരൊന്നും മിണ്ടിയില്ല. ഒന്നും നടക്കില്ല കിരണേ. നിനക്ക് എവിടുന്ന് കിട്ടിയാടാ ഇവളെ? നീലയല്ല, ഇവളൊരു കൊച്ചു നീലിയാ. നമ്മുടെ ചെക്കൻ്റെ ചോര കുടിക്കാതെ ഇവള് പോവില്ല. കനകം പറയുമ്പോൾ വീണ്ടൊരു ഞെട്ടലോടെ എല്ലാവരും അവരെ നോക്കി. ഹോ, ഞാനൊരു തമാശ പറഞ്ഞാൽ ചിരിക്കാൻ ആർക്കും വയ്യ. അതെങ്ങനെയാ? നിലവാരമില്ലാത്ത കോമഡി ആയിട്ട് ശീലിച്ചു പോയി എല്ലാവരും. വീണ്ടും കനകം പറയുമ്പോൾ ശിവനാഥത്തെ ഏറ്റുപിടിച്ചു. ഓ, അങ്ങനെ തമാശയായിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പറയായിരുന്നില്ലേ? ഇത് കേട്ടപ്പോൾ ഞാൻ വാതിലേക്കാ നോക്കിയത്. ഉണ്ണിക്കുട്ടനെങ്ങാനും ഓടി വന്ന് ഇവരെ അടിച്ചാലോ എന്ന് ഞാൻ പേടിച്ചു. പിന്നെ കല്യാണക്കുറി അടിക്കുന്നതിന് പകരം ചിലരുടെ ചരമറിയിപ്പ് അച്ചടിക്കേണ്ടി വന്നേനെ. കനകത്തിനാകെ വിറഞ്ഞേറി. ശ്രീ, നീ നിന്റെ കെട്ടിയനും കുട്ടി നീലാംബരി മോളുടെ വീട്ടിൽ ഒരിക്കൽ നീ പോണം. പറ്റി അവിടെ രാത്രി ഉറങ്ങണം. അതോടെ തീരും ശല്യം. കനകം കുറച്ച് കൂടുന്നുണ്ട്. ഇത്രയും വലിയൊരു സന്തോഷം ഇവിടെ പങ്കുവെക്കാനുള്ളപ്പോ നിങ്ങൾ രണ്ടും കുട്ടികളിക്കുകയാണോ? ശിവ, കനകം നിന്റെ പെറ്റമ്മയല്ലെങ്കിലും നിന്നെ പോറ്റി വളർത്തിയത് ഇവളാ. അത് മറക്കേണ്ട നീയും. നിർമ്മലയ്ക്ക് മാതിരി കോമഡി സീനുകളൊന്നും അത്ര പിടിക്കില്ല. അവരെ സംബന്ധിച്ച് ഇതൊക്കെ അപശകുനങ്ങളാ. ഓ, അറിയാമേ. അതിന് തന്നെയാ ഞാൻ ഇവരോട് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ, നമ്മുടെ കലിപ്പന കാര്യങ്ങൾ അറിയിക്കണ്ടേ? കിരൺ എല്ലാവരെയും ഇരുത്തി നോക്കി. വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. സെക്കൻഡ് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വടി പോലെ നിൽക്കുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? കുറെ നേരമായി അമ്മായി മരുമനും കൂടി പരസ്പരം പുകഴ്ത്തുന്നു. ഓ, നിനക്കെന്താടാ? കല്യാണം കഴിക്കണോ? കെട്ടിക്കോ. ആദ്യം ഉണ്ണിക്കുട്ടൻ്റെ നിലയിൽ നടക്കട്ടെ. അതോ നിന്റെ ആദ്യം നടത്തണോ? ശിവനാഥ് പറയുന്നിട്ട് കാവ്യം കിരണം കണ്ണും തള്ളി നിന്നുപോയി. ശ്രീ പെട്ടെന്ന് ശിവനാഥിന്റെ കയ്യിലൊന്ന് പിച്ചി. ശിവേണ്ട തമാശ അല്പം കൂടുന്നുണ്ട്. ഡാ ചക്കരെ, നിന്റെ പെങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. ഇനി ഉണ്ണിക്കുട്ടൻ നിന്റെ അളിയനാ. അളിയൻ ഡേറ്റ് ഉടനെ അറിയിക്കാം. ശ്രീ പറയുന്ന കേട്ട് കിരണും കാവ്യം തുള്ളിച്ചാടിക്കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു. ഇവരുടെ ചാട്ടം കണ്ടാ തോന്നുമല്ലോ ഇവരുടെ കല്യാണം ഉറപ്പിച്ചെന്ന്. കനകം പറയുമ്പോഴാണ് രണ്ടിനും ബോധം വന്നു. കിരൺ ഓടി നീലാംബരിയുടെ അടുത്തേക്ക് വന്നു. ഓ, കല്യാണ പെണ്ണെ, കോളടിച്ചല്ലോ. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും. നിലയുടെ മുഖം അപ്പോഴും തെളിഞ്ഞിരുന്നില്ല. അവളിലെ സന്തോഷം മുഴുവൻ ചെറുപുൻസിരിയിൽ ഒതുക്കിയവൾ. മനസ്സിന്റെ പാതിയിൽ ജാനാണ്. തന്നോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയ തന്റെ പ്രാണൻ. മറുപാതിയിൽ എവിടെയോ നൂറുകൂട്ടം സംശയങ്ങളും. കുറച്ചു മുമ്പ് മനസ്സിൽ തെളിഞ്ഞ കാഴ്ചകളുമായി മുമ്പ് അവയൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചു അവൾ. മുൻപ് കണ്ടുമറഞ്ഞ സ്വപ്നങ്ങളിൽ പോലും ഇപ്പോൾ കണ്ടതൊക്കെ തിരഞ്ഞു നോക്കി പരാജയപ്പെട്ടു അവൾ. നീലാംബരിയുടെ ഭാവം കണ്ടിട്ടാവണം ശ്രീ അവളുടെ അടുത്തേക്ക് വന്ന്. നീല, എന്താ നിന്റെ ഉള്ളില്? അദ്ദേഹം പറഞ്ഞു ഓർത്തിട്ടാണോ? ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ ഓരോ കളികളാണ് മോളെ. എനിക്ക് അങ്ങനെ പറയാനാ കൂടുതൽ ഇഷ്ടം. അദ്ദേഹം നിന്നിൽ പരീക്ഷിച്ചത് കൈൻഡ് ഓഫ് മെന്റലിസം, അത്രയേ ഉള്ളൂ. നില, നിന്റെ സങ്കടത്തിന്റെ മറ്റൊരു റീസൺ ഞാൻ പറയട്ടെ. ഉണ്ണിക്കുട്ടൻ, എൻ്റെ പൊന്നു നില, അവന് ദേഷ്യം കുറച്ചു നേരം കഴിഞ്ഞ് അങ്ങ് പറന്നു പോകും. അവനധിക സമയം ആരോടും ദേഷ്യപ്പെട്ടിരിക്കാൻ കഴിയില്ല നില. ഡോക്ടർ നമ്പൂതിരി പറഞ്ഞ കറക്റ്റാ. നിങ്ങൾ തമ്മിൽ ഒട്ടും പൊരുത്തല്ല. ഇങ്ങനെ എപ്പോഴും തട്ടിമുട്ടി നടക്കാം. ശ്രീ ഉറക്കെ ചിരിച്ചുപോയി. ഒപ്പം കാവ്യയും കിരണും കൂടെ കൂടി. അയ്യേ, മോശം മോശം. മുകുന്ദന്റെ പരിയാക്ക് നിനക്ക് കിട്ടിയതാ. അവന്റെ മുഖത്ത് നോക്കിയല്ലേ ഞാനെന്ന് പറഞ്ഞ് നീയും മുകുന്ദനും പൊരുത്തം തീരെ ഇല്ലാന്ന്. എന്നിട്ടിപ്പോ നിങ്ങൾ തമ്മിൽ പൊരുത്തല്ലെന്ന്.
കിരൺ വയറ്റത്ത് കൈവച്ച് ഇരിച്ചു പോയി. അപ്പോ ഈ സന്തോഷ വാർത്ത ഞാൻ അവനോട് പറയണോ അതോ ഏട്ടന് നീലാംബരിക്കുട്ടി പറയുന്നോ? അയ്യോ എനിക്ക് പേടിയാ, കിരണേട്ടൻ തന്നെ പോയി പറയേ. അത് വേണ്ട, മോള് പറ, അതോ അവന് കൂടുതൽ ഇഷ്ടം. കിരൺ പറയുമ്പോൾ നില ആകെയൊന്ന് കുഴഞ്ഞു. പഴയ പോലെ ഒരു ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു. എല്ലാം പതിയെ വിട്ടുമാറി വന്നതാണ്. ഇപ്പോൾ വീണ്ടും ജാന്റെ മുഖം ഓർക്കുമ്പോൾ ഒരു വിറയൽ പോലെ. നിലയും കാവ്യ ആദ്യം തങ്ങളുടെ റൂമിലേക്കാണ് പോയത്. ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഉടുത്തിരുന്ന മുണ്ട് നേരിയതും കണ്ടപ്പോൾ എന്തോ ആൾക്ക് വല്ലാത്ത നാണം വന്നു. കുളപ്പടവിലെ ചെളി മുഴുവൻ തന്റെ വെള്ളവസ്ത്രത്തിലുണ്ട്. പടവുകളിൽ അവന്റെ ഒപ്പം കിടന്നപ്പോൾ പറ്റിപ്പിടിച്ചതാണ്. ബാത്റൂമിൽ കയറുമ്പോൾ അണിഞ്ഞിരുന്ന മാലയും കമ്മലും വളയും ഒക്കെ ഊരി കാവ്യയുടെ കയ്യിലേൽപ്പിച്ചതും അവളെന്തോ വേണ്ടാത്ത കണ്ട പോലെ അതും കൊണ്ട് ശ്രീയുടെ മുറിയിലേക്ക് ഓടി. ഒപ്പം അവളുടെ ദേഹത്ത് കിടന്ന് അഴിച്ചെടുക്കാൻ മറന്നില്ല അവൾ. കുളിക്കുമ്പോഴും നിലയുടെ മനസ്സ് മറ്റെങ്ങോ പോലെയായിരുന്നു. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ പോലും അവൾ യാന്ത്രികമായി കൈകൾ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. സന്തോഷിക്കേണ്ട നിമിഷങ്ങളാണ് തൊട്ടുമുന്നേ കഴിഞ്ഞുപോയത്. തന്റെ വിവാഹം, അതും CEO ജാൻ സാറുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഈശ്വരാ, അവൾ സ്വയം ഒന്ന് നുള്ളി നോയിച്ച് നോക്കി. കൊളപ്പടവി പോയി കൂടെ കിടന്നിട്ട് ഇപ്പൊ വന്ന് നുള്ളി നോക്കാൻ നാണില്ലല്ലോ. അവൾ സ്വയം അവളോട് തന്നെ ചോദിച്ചു പോയി. പക്ഷെ അറിയില്ല, മനസ്സിലെവിടെയോ എന്തെന്നില്ലാത്തൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നി അവൾക്ക്. ജാനെ കാണണം, തന്റെ അവസ്ഥ സംസാരിച്ച് അവനെ ബോധ്യപ്പെടുത്തണം, പറ്റിയാൽ മാപ്പ് ചോദിക്കണം. പിന്നീട് വേഗം തന്നെ കുളിച്ചിറങ്ങി അവൾ. ബാഗിൽ നിന്നൊരു വെളുത്ത ടോപ്പും കറുത്ത പലാസോ പാൻറ് എടുത്തിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും അവരവരുടെ മുറികളിലാണ്. കുളിക്കലും വസ്ത്രം മാറലൊക്കെ തിരക്കിലാണ്. മുകളിലേക്ക് കയറാൻ നേരം ഒന്നും മടിച്ചു അവൾ. ഓടിച്ചെന്ന് ആ മുറിയിലേക്ക് ഇടിച്ചു കയറാൻ മാത്രം അധികാരം ഇപ്പോഴും ഉണ്ടോ തനിക്ക്? പെട്ടെന്നാണ് വേഗത്തിൽ സ്റ്റെയർ ഇറങ്ങി വരുന്നതിന് അവൾ കാണുന്നത്. റെഡ് കളർ ടീഷർട്ടും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷൂവുമാണ് വേഷം. സൺഗ്ലാസ് എപ്പോഴത്തെയും പോലെ ടീഷർട്ടിന് മുമ്പിൽ തൂങ്ങിക്കിടപ്പുണ്ട്. വേഗത്തിൽ ഇറങ്ങി വന്നവൻ സ്റ്റെയറിന് താഴെ നിന്ന് അവൾ കാണെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് 1-2 സ്റ്റെപ്പ് ഒന്ന് പതിയെ ഇറങ്ങി. നീലാംബരിയിൽ പെട്ടെന്നൊരു പരവേശമുണ്ടായി. മൂക്കിൻ തുമ്പിലും ചുണ്ടിന് മുകളിലുമായി പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ വലം കൈയാൽ അമർത്തി തുടച്ചുകൊണ്ട് ആളൊന്ന് ഒഴിഞ്ഞു നിന്നു. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ വേഗത്തിൽ തന്നെ ഇറങ്ങി. ആളോ മൈൻഡ് ചെയ്യാതെ ജന ഹാളിലൂടെ നടന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങിയതും അവൾ മണം പിടിച്ചുകൊണ്ട് വേഗത്തിൽ കൂടെ ഓടിച്ചെന്നു. പെർഫ്യൂമിന്റെ മണം. ജാൻ സർ, അയ്യോ. ഉറക്കി വിളിച്ച ശേഷമാണ് കുട്ടിക്ക് ബോധമുണ്ടായത്. നെറ്റിയിൽ കൈവച്ച് പുരികം ചുളിച്ച് നിന്നുപോയവൾ. അവൻ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ തീയെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ലാവ തന്നെ കണ്ടു അവൾ. സോറി ജാൻ, അല്ല ഉണ്ണിയേട്ടൻ. ആരാ? അവൾ അവനോട് തന്നെ ചോദിച്ചു. മുഖം വെട്ടിച്ച് തിരിഞ്ഞിടന്നവൻ. വേഗത്തിൽ നടക്കുമ്പോൾ കാറിന്റെ കീ ഉയർത്തി അൺലോക്ക് ചെയ്തുകൊണ്ട് താൻ പുറത്തു പോകുന്ന വിവരങ്ങൾ അറിയിച്ചു അവൻ. ജാൻ, രണ്ടും കൽപ്പിച്ച് ഉറക്കെ വിളിച്ചു അവൾ. പോവല്ലേ പ്ലീസ്, നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാറിൽ കയറാൻ ഡോറിന്ന് ഓടിച്ചെന്ന് ഡോറിൽ പിടിച്ച് തടഞ്ഞവൾ. പോവല്ലേ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കുവോ? മുഖം ഒന്ന് ചരിച്ചുകൊണ്ട് കണ്ണുകൾ ചുരുക്കി പറഞ്ഞോ എന്ന പോലെ നിന്നവൻ. അതെ, അറിഞ്ഞോ, നമ്മുടെ കല്യാണം ഉറപ്പിച്ചു. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഡോർ വലിച്ചടച്ച് കണ്ണുകൂർപ്പിച്ച് ഒരിക്കൽ കൂടി അവൻ അവളെ നോക്കി. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻ നീലാംബരി. മുഖത്ത് അതിശയഭാവം വരുത്തി അവൻ പറയുമ്പോൾ അവൾ അവനെ മുഖം വീർപ്പിച്ചുകൊണ്ട് നോക്കി. ഓ, കളിയാക്കേണ്ട, എനിക്ക് മാത്രം എന്തിനാത്? നമ്മുടെ വിവാഹം ഉറപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു. അതീവ ദേഷ്യത്തിൽ തന്നെ തലയെന്ന് വിചാരിച്ച് കാർക്കി കൊണ്ട് നെറ്റിയിൽ വരച്ചു അവൻ. നിന്നെ ആ വിവാഹം കഴിക്കാൻ പോകുന്ന വിവരം ഇവിടെ ഉള്ളവർ ഉറപ്പിച്ചിട്ടാണോ നീ അറിഞ്ഞില്ല? ആദ്യം നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചു പിടിച്ച് പല്ല് കടിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ അവളൊന്ന് ഉമിനീര് ഇറക്കിപ്പോയി. ഏറെ നേരമായിട്ടും അവളിൽ നിന്നൊരു മറുപടിയും കാണാതായപ്പോൾ കണ്ണുരുക്കി ഒന്നുകൂടി നോക്കി അവൻ അവളെ. ഐ ആസ്ക് യു സംതിങ്, ആൻസർ മീ നില. അവസാനം ഒരു അലർച്ചയായിരുന്നു. അല്ല, നമ്മള് തമ്മിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവളൊന്ന് ചുറ്റിലും നോക്കുമ്പോൾ അവൾ നോക്കിയ ഭാഗത്തേക്ക് അവനും അതുപോലെ നോക്കി. വിവാഹക്കാരി ഉണ്ണിയേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. ഉണ്ണിയേട്ടനെന്ന് വിളിക്കാൻ പ്രൈവസി ഉണ്ടോ എന്നാണ് കുട്ടി ചുറ്റിലും നോക്കിയെന്ന് മനസ്സിലാക്കിയതും സെക്കൻഡ് പിടിവിട്ടുപോയി. ഗെറ്റ് ലോസ്റ്റ് യു ഇഡിയറ്റ്. ചാടിത്തുള്ളി വണ്ടിയിൽ കയറി ചീറിപ്പാഞ്ഞു പോയി അവൻ. നീലാംബരി ഒരു ദീർഘശ്വാസം എടുത്ത് അങ്ങനെ നിന്നുപോയി. ചേരാത്ത ജാതകങ്ങൾ തമ്മിൽ ചേർന്നാൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.